Hi friends, welcome to Pratap Jit. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ടെക് അപ്ഡേറ്റ് ആണ്. ഷവോമിയുടെ Mi10, 10 Pro അതേപോലെ അവരുടെ ഏറ്റവും വില കുറഞ്ഞ അവരുടെ എന്നല്ല അവർ നോക്കിയാലും ഏറ്റവും വില കുറഞ്ഞ ഒരു 5G ഫോൺ Mi10lite അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഗ്ലോബലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് Mi10, 10 Pro ഇത് ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ചെയ്തതാണ്. 108 മെഗാ പിക്സൽ ക്യാമറയും സ്നാപ്ഡ്രാഗൺ 865 ഒക്കെ ആയിട്ട് ചൈനയിൽ ലോഞ്ച് ചെയ്ത ആ പ്രൊഡക്റ്റ് തന്നെയാണ് ഗ്ലോബലി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വിശദമായിട്ട് പറയുന്നില്ല, മെയിനായിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം. ഈ 10ൻ്റെയും 10 Proയുടെയും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. നേരെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് Mi10ഉം 10 Proയും അത് തമ്മിൽ എന്താ ഡിഫറൻസ്, അത് എന്താണെന്നുള്ളത് ചുരുക്കി പറയാം. കാരണം ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ചെയ്തൊരു പ്രൊഡക്റ്റാണ് അവരിവിടെ ഇപ്പോൾ ഗ്ലോബലി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. മെയിൻ ആയിട്ടുള്ള ഘടകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഫോണിലും 108 മെഗാ പിക്സൽ മെയിൻ ക്യാമറ അടങ്ങുന്ന ഒരു ക്യാമറ സെറ്റപ്പാണ്. മറ്റുള്ള ക്യാമറകളുടെ കാര്യം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത് Mi10നകത്ത് നമുക്ക് 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും 108 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും പിന്നെ 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസും ഒരു വൈഡ് ആംഗിൾ ക്യാമറ 13 മെഗാ പിക്സലിൻ്റെ ഈ 4 ക്യാമറയാണ് ഇതിൻ്റെ റിയർ സൈഡ്. ഫ്രണ്ട് ക്യാമറ രണ്ടിലും 20 മെഗാ പിക്സൽ തന്നെയാണ്. അപ്പോൾ Mi10ൽ ഈ രീതിയിലാണ് നമുക്ക് ക്യാമറയുടെ സെറ്റപ്പ് കിടക്കുന്നത്. എന്നാൽ Mi10 Proയിൽ നമുക്ക് ടെലിഫോട്ടോ ലെൻസുകളുടെ സപ്പോർട്ടുണ്ട്. അതായത് മെയിൻ ക്യാമറ 108 മെഗാ പിക്സൽ തന്നെ, ടെലിഫോട്ടോ ലെൻസ് 8 മെഗാ പിക്സലിൻ്റെ 10x ഹൈബ്രിഡ് സൂമോട് കൂടിയ ഒരു ടെലിഫോട്ടോ ലെൻസ്. അടുത്തൊരു ലെൻസ് 12 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ് തന്നെയാണ്. അത് 3x ഒപ്റ്റിക്കൽ സൂമോട് കൂടിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 108ഉം 8ഉം 12ഉം അങ്ങനെ 3 ക്യാമറകളാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഒരെണ്ണം വൈഡ് ആംഗിൾ ക്യാമറയാണ്. ഡെപ്ത് സെൻസർ വരുന്നില്ല, പകരം ഇത്രയും ക്യാമറകളാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. സോ ഓവറോൾ ഈ രീതിയിലുള്ള ഹൈ എൻഡ് ക്യാമറ സെറ്റപ്പാണ് ഇതിനകത്ത് വരുന്നത്. 10 Proയ്ക്കകത്ത് വരുന്നത്. സെൽഫി ക്യാമറ ഇവിടെയും 20 മെഗാ പിക്സൽ തന്നെയാണ്. അപ്പോൾ ക്യാമറയുടെ സെറ്റപ്പുകൾ എങ്ങനെയാണ്? ഓക്കെ, ഒരു നല്ല ക്യാമറ സെറ്റപ്പ് തന്നെ. പക്ഷേ ഇതിൻ്റെ വില കേൾക്കുമ്പോഴാണ് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവുക. ഞാൻ പറയാം. എന്തായാലും ഈ ഒരു ഫോണുകളുടെ മെയിൻ ക്യാമറ സെറ്റപ്പ് എങ്ങനെയാണ്? പ്രോസസ്സർ രണ്ടിലും സ്നാപ്ഡ്രാഗൺ 865 തന്നെയാണ്. 5G എനേബിൾഡ് ആയ പ്രോസസ്സർ തന്നെയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഹൈ എൻഡ് സെറ്റപ്പ് തന്നെയാണ്. റാമും സ്റ്റോറേജും എല്ലാം ഏറ്റവും ലേറ്റസ്റ്റ് ആയ പവർഫുള്ളായ റാം സ്റ്റോറേജ് ഒക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഓവറോൾ പവർഫുള്ളായ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. രണ്ടും ഐഡിയലായ നല്ല സ്റ്റൈലിഷ് ആയ ഡിസൈൻ തന്നെ. ഡിസ്പ്ലേ ഒക്കെ 6.67 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഓവറോൾ ഒരു ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും സെയിം ആണ്. ബാറ്ററിയുടെ കാര്യം കൂടി ഞാൻ പറയും. 4500 mAh ബാറ്ററിയാണ് Mi10 Proയിൽ വരുന്നത്. 4780 mAh ബാറ്ററി വരുന്നുണ്ട് Mi10ൽ. 30 വാട്ട് വയർലെസ് ചാർജിങ്ങും വയേർഡ് ചാർജിങ്ങും നമുക്ക് Mi10ൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ Mi10 Proയിൽ നമുക്ക് 50 വാട്ട് വയേർഡ് ചാർജിങ്ങും 30 വാട്ട് വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ബാറ്ററിയുടെയും ചാർജിങ്ങിൻ്റെയും കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട Mi10, 10 Pro ഫോണുകളുടെ ഹൈലൈറ്റ്സ്. ഗ്ലോബലി വരുമ്പോഴും കാര്യമായ വ്യത്യാസമൊന്നുമില്ല. ചൈനയിലൊക്കെ ഇറങ്ങിയിട്ടുള്ള അതേ ഒരു സെറ്റപ്പ് തന്നെയാണ്. സോ ഓവറോൾ ഈ രീതിയിൽ വരുന്ന ഈ ഫോണിന് ഇവരിവിടെ പ്രൈസ് ചെയ്തിരിക്കുന്നത് ഷവോമി Mi10 ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് യൂറോ നോക്കിക്കഴിഞ്ഞാൽ 799 യൂറോ ആണ്. അപ്രോക്സിമേറ്റ്ലി അത് 66,000 രൂപയോളം വരും. 8GB റാം 128GB സ്റ്റോറേജിൻ്റെ പ്രൈസാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസിനാണ് അവരത് Mi10 ഈ 2 മെഗാ പിക്സൽ മാക്രോ ലെൻസൊക്കെയുള്ള ഈ ഒരു ക്യാമറ അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള ഈ പ്രൈസിങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യണം. ഷവോമിയുടെ ലെവലൊക്കെ മാറുകയാണോ? ഗംഭീര ഫ്ലാഗ്ഷിപ്പ് ഫോണുകളൊക്കെ ഇറക്കാൻ തുടങ്ങുകയാണോ അവർ? എന്തായാലും അതവിടെ നിൽക്കട്ടെ. Mi10 Proയുടെ കാര്യം കൂടി പറയാം. 10 Proയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 8GB റാം 256GB സ്റ്റോറേജ് ആ ഒരു മോഡലിന് 999 യൂറോ ആണ് പ്രൈസ് വരുന്നത്. ഓൾമോസ്റ്റ് 82,000 രൂപയോളം. അപ്പോൾ ഇത്രയും വലിയൊരു പ്രൈസിങ്ങിലാണ് ഈ രണ്ട് ഫോൺ ഇറങ്ങിയിരിക്കുന്നത്. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ 31-ാം തീയതിയാണ് വെച്ചിരുന്നത്. അത് മാറ്റി വെച്ചിട്ടുണ്ട് കൊറോണ കാരണം. അപ്പോൾ എന്തായാലും നമുക്ക് പിന്നീട് ഒരു ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ കൂടുതൽ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് അന്ന് ഇത് ലോഞ്ച് ചെയ്യുമ്പോൾ പറയാം. എന്തായാലും ഇന്ത്യൻ ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം കൃത്യമായിട്ട് ഞാൻ വരുന്ന ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഇതിൻ്റെ ചൈനയിലെ വില Mi10ന് ഒരു 40,000 രൂപ റേഞ്ചും 10 Proയ്ക്ക് ഒരു 50,000 രൂപ റേഞ്ചുമാണ്. ഇനി അങ്ങോട്ട് വരുന്ന സമയത്ത് ഇന്ത്യയിലേക്ക് ഇത് ലോഞ്ച് ചെയ്യുമ്പോൾ ഒരു 5,000 രൂപ വെച്ചൊക്കെ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു റേഞ്ചിലൂടെ ലോഞ്ച് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ ഇനി വരാൻ പോകുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെയായിരിക്കും അത് വരിക എന്നുള്ള കാര്യം നമുക്ക് എന്തായാലും വരുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ. എന്തായാലും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു പ്രൈസിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് യൂറോയിലാണ്. അത് ഞാൻ കൺവേർട്ട് ചെയ്ത് പറഞ്ഞതാണ്, ജസ്റ്റ് ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഗ്ലോബൽ ലോഞ്ചിൻ്റെ ഒരു സ്ഥിതിവിശേഷം മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്ത് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ Mi10, 10 Proയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെയൊക്കെയാണ്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് ഇന്ത്യയിലേക്ക് വരുമ്പോൾ പരിശോധിക്കും. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് 5G
നമുക്ക് ഓൾറെഡി നോക്കിയ 8.3 അല്ലെങ്കിൽ IQ അതേപോലെ ഒരുപാട് ഫോണുകൾ 40,000 രൂപയുടെ മുകളിൽ നോക്കിയ 8.3 സ്നാപ്ഡ്രാഗൺ 765 വെച്ചുകൊണ്ട് 47,000 രൂപയ്ക്കാണ് തരുന്നത്. അപ്പോൾ അതൊക്കെ 5G ഫോണുകൾ ആ ഒരു പ്രൈസ് റേഞ്ചാണ്, 40,000 രൂപ പ്രൈസ് റേഞ്ചാണ് ഏകദേശം വരുന്നത്. പക്ഷേ ഇതിനേക്കാളൊക്കെ കുറഞ്ഞ വിലയിൽ തന്നെയാണ് ഷവോമി ഒരു 5G ഫോൺ ഇറക്കിയിരിക്കുന്നത്, അതായത് ഈ Mi10ന്റെ ലൈറ്റ് വെർഷൻ Mi10 ലൈറ്റ്. ഇതിൻ്റെ കാര്യം നോക്കിയാൽ ഇതിനകത്ത് മെയിനായിട്ട് സ്നാപ്ഡ്രാഗൺ 765G നമ്മുടെ 47,000 രൂപയുടെ നോക്കിയ 8.3 അതേ പ്രൊസസ്സറാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 5G കേപ്പബിൾ ആണ്. പക്ഷേ ആക്ച്വലി സ്നാപ്ഡ്രാഗൺ 765ന്റെ അത്രയും പവറുള്ളൊരു 5G അല്ല. ഇതൊക്കെ ഓൾറെഡി ഞാൻ വേറെ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ആ ഒരു 5G കേപ്പബിൾ ആയ ഫോണാണ് Mi10 ലൈറ്റ്. അപ്പോൾ ഈ ഒരു പ്രൊസസ്സറാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ബാക്കി ഇതിൻ്റെ കാര്യങ്ങളൊന്നും അധികം വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഈ ഒരു പ്രൊസസ്സർ ആയിരിക്കും എന്ന് മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ 6.57 ഇഞ്ച് വരുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ്. അപ്പോൾ AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫോണാണ്. ക്യാമറയുടെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഈ രീതിയിലുള്ള ഒരു ക്യാമറ ഡിസൈനാണ്. അത് 48 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. ബാക്കിയുള്ള ലെൻസുകളെ കുറിച്ചോ ഒന്നും വിശദമായിട്ടൊന്നും തന്നെ പറയുന്നില്ല. മെയിനായിട്ട് ഈ ഒരു 48 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറയാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് നോച്ചിനകത്ത് 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് Mi10 ലൈറ്റിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. കൂട്ടത്തിൽ ഇതിൻ്റെ ബാറ്ററി കൂടി നോക്കാം. 4160 mAh ബാറ്ററിയും 20 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഒരു ഡിവൈസ് സപ്പോർട്ട് ചെയ്യും. ഈ രീതിയിലുള്ള ഈ ഒരു ഡിവൈസിന് അവർ പ്രൈസ് ചെയ്തിരിക്കുന്നത് 28,000 രൂപയാണ്. ഓൾമോസ്റ്റ് 28,000 രൂപയും. കൃത്യമായിട്ട് ഇന്ത്യയിലേക്ക് വരുമോ എന്നുള്ള കാര്യമൊന്നും അവർ കൺഫേം ചെയ്തിട്ടില്ലെങ്കിലും വരികയാണെങ്കിൽ ഈ പ്രൈസ് തന്നെ ആയിരിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ എങ്കിലും ഈ ഒരു പ്രൈസിങ് കേൾക്കുമ്പോൾ ഓൾറെഡി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 5G ഫോണുകളെക്കാളൊക്കെ എന്തായാലും ഏറ്റവും കുറഞ്ഞ വിലയാണ്. ഇപ്പോൾ 28,000 രൂപയ്ക്ക് തന്നെ നമുക്ക് 5G ഫോണുകൾ കിട്ടുന്ന ഒരു സാഹചര്യം ഇപ്പോഴേക്കും വന്നു കഴിഞ്ഞു. എന്തായാലും കോമ്പറ്റീഷനുമായിട്ട് ഇനി റിയൽമി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിനേക്കാൾ വില കുറവിൽ ഇതേ പ്രോസസ്സറുമായിട്ട് റിയൽമി വന്നാൽ തീർച്ചയായിട്ടും ഇതിനേക്കാൾ നല്ലൊരു 5G ഫോൺ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കാൻ സാധിച്ചു. എന്തായാലും ഇന്ത്യയിലേക്ക് 5G വരുമ്പോഴേക്കും ഇവർ കോമ്പീറ്റ് ചെയ്ത് നമുക്കൊരു 10,000 രൂപയ്ക്ക് 5G ഫോൺ കിട്ടുന്ന ഒരു അവസരം എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ എന്തായാലും ഷവോമി Mi10 ലൈറ്റ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കിട്ടാവുന്ന ഒരു നല്ല 5G ഫോണായിട്ട് ഇപ്പം നിലവിലുള്ളത്. ഇതിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ കൃത്യമായിട്ട് അറിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്യും. എന്തായാലും ഇന്ത്യയിലേക്ക് ഇത് എത്തിയിട്ടില്ല. എത്തുന്ന റേറ്റും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളത്തെ വീഡിയോകളിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ ടെക് അപ്ഡേറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.